ആരോഗ്യം അമൂല്യം. അമിത വികൃതിയും കാരണങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ അനുജ AK. കുട്ടികളുടെ ഇടയിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് അമിത വികൃതിയും ശ്രദ്ധക്കുറവും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. കുട്ടികളിലെ വികൃതി ഒരു പരിധിവരെ സാധാരണമാണ്. അത് വളർച്ചയുടെ ഒരു ഘട്ടവുമാണ്. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വിനാശകരമായ രീതിയിലേക്ക് വികൃതി മാറുമ്പോഴാണ് അത് അമിത വികൃതിയും രോഗാവസ്ഥയും ഒക്കെ ആയി മാറുന്നത്. ADHDയുടെ കാരണങ്ങൾ ഇന്നും കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെയെല്ലാം പ്രേരക ഘടകങ്ങൾ പ്രധാനമായും ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവും സാമൂഹികപരവുമായ കാരണങ്ങളാണ്. അച്ഛനമ്മമാർക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലുമോ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബിന്റെ വലിപ്പക്കുറവും പ്രവർത്തനക്കുറവും ഇതിന് കാരണമായേക്കാം. തലച്ചോറിന്റെ ഇടതുഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കലോസം തകരാറുകളും രോഗകാരണമാവാം. തലച്ചോറിലെ ബ്രെയിൻ കെമിക്കലുകളായ ഡോപ്പമിൻ, സെറാട്ടോണിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവയുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളും സെറിബെല്ലം, തലാമസ് എന്നിവയുടെ വലിപ്പക്കുറവും ഇതിന്റെ കാരണങ്ങളാവാം. ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ ലഹരി ഉപയോഗം, പോഷകക്കുറവ്, പ്രസവ സമയത്തെ സങ്കീർണതകളും ഇതിന്റെ കാരണമാവാം. മാതാപിതാക്കളുടെ സംഘർഷം, ചെറുപ്പത്തിലെ പതിവായി കണ്ടുവളരുന്ന കുട്ടികൾ അതിന്റെ പ്രതികരണമെന്നോണം അമിത വികൃതി പ്രകടിപ്പിക്കാം. മാതാപിതാക്കളുടെ ലഹരി ഉപയോഗം, ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം നേരിടേണ്ടി വന്ന കുട്ടികൾ, വളർത്തുശൈലിയിലെ അപാകതകൾ, പ്രധാനമായും അച്ഛനമ്മമാർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, അക്രമവാസന കൂടുതലുള്ള കുട്ടികളുമായി കൂട്ടുകൂടുക, മദ്യപാനവും ബഹളവും അക്രമവുമുള്ള അന്തരീക്ഷത്തിൽ വളർന്നു വരുന്നത് ADHDയിലേക്ക് നയിക്കുന്ന പ്രേരക ഘടകങ്ങളാവാം. വ്യക്തിയുടെ സാമൂഹിക ബന്ധവും പഠനവും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പെരുമാറ്റ പ്രശ്നങ്ങൾ വളർന്നാലേ അതിനെ ഒരു രോഗമായി പരിഗണിക്കാൻ കഴിയൂ. വീട്, സ്കൂൾ, മറ്റു സാമൂഹിക സാഹചര്യങ്ങൾ ഇവയിൽ ഏതെങ്കിലും രണ്ടിടത്ത് പെരുമാറ്റ വൈകല്യങ്ങൾ തുടർച്ചയായി 6 മാസമെങ്കിലും പ്രകടമായാലേ അതിനെ ADHD എന്ന് വിളിക്കാനാകൂ. ഒരിടത്തു മാത്രം കുട്ടി പ്രശ്നക്കാരനാവുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അതിൻ്റെ കാരണങ്ങൾ. ADHD ഉള്ള കുട്ടികൾക്ക് ശരിയായ രോഗനിർണയം കൃത്യമായ സമയത്ത് നടത്തുകയും ചികിത്സിക്കുകയും ചെയ്താൽ മാത്രമേ ഭാവിയിൽ വ്യക്തിജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അമിത വികൃതിയും കാരണങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനുജ AK.